കണ്ടുപിടിക്കണം. ആ മുത്തുനബി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പാപമാലെ കറുത്തു പോയൊരു കൽബും കൊണ്ടീവൻ വന്നിതാ. പാപഭാരങ്ങൾ തീർത്തിക്കൽ പകം നൽകണം സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന സമയമുണ്ട്. മരണം നമ്മളൊക്കെ പിടികൂടും, ഒരു സംശയവുമില്ല. ഞാൻ 60 കഴിഞ്ഞിട്ട് 70 കഴിഞ്ഞിട്ട് 90 കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കൂ, പറയാൻ പറ്റൂല. എത്ര ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോകുന്നത്. അൽ മവാഹിബുൽ ജലിയയിൽ തഴവാ ഉസ്താദ് പറഞ്ഞതുപോലെ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ. കണ്ടാലുടം വാ വിട്ടുനി കരയേണ്ടതാ. മേടക്കു പകരം മഴമാ സുബ്ഹാനാ. റബ്ബിയതിൽ കിടക്കേണ്ടതാ സമാനാ. മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്. ഞെരുക്കത്തിനാലിരുഭിത്തിയ നദിയിലുള്ളത്. ഖബർ കണ്ടാൽ മഹാന്മാര് കരയുമായിരുന്നു. നമ്മളെ നാട്ടിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. നമ്മുടെ ഉപ്പമാര് ഖബറിലുള്ളവരുണ്ട്, പ്രിയപ്പെട്ട ഉമ്മമാര് ഖബറിലുള്ളവരുണ്ട്, മക്കള് പലരും ഖബറിലുള്ളവരുണ്ടല്ലോ. ചോദിക്കട്ടെ പ്രിയപ്പെട്ട വാപ്പാ, എന്റെ സ്നേഹം നിറഞ്ഞ ഉമ്മയോട്, പെങ്ങളോട്, എന്റെ പൊന്നുമക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെടുമ്പോ നമ്മളെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലെങ്കിലും നാളെ എനിക്കും മരിക്കണമല്ലോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലാഹുവേ,